ടി.എൻ. പ്രതാപനെ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. തൃശൂർ സ്ഥാനത്ത് നിന്നും കെ. മുരളീധരനായി മാറിയതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. കെ.പി.സി.സി നേതൃത്വവുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് പുതിയ പദവി നൽകിയത്. പാർട്ടി എപ്പോഴും എന്തൊരു ജോലി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ, അത് പോസ്റ്റർ അടിക്കാൻ പറഞ്ഞാൽ, കുഴികുത്താൻ പറഞ്ഞാൽ, മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ, സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, പാർട്ടി പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിനീത വിധേയനാണ് എളിയാനായ ഞാൻ. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പം എന്നോട് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ അടുത്ത് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡൻ്റായി എന്നെ ചുമതലപ്പെടുത്തി. അത് ഈ ചുമതല കൂടി ഞാൻ നീതി പുലർത്തും. പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഒന്നാമത്തെ ചുമതല തൃശ്ശൂരിൽ കെ. മുരളീധരനെ എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചുമതല. എ.വി. ജയശങ്കറുടെ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയശങ്കർ. അങ്ങനെ ടി.എൻ. പ്രതാപന് പുതിയ ചുമതല, വിവരങ്ങൾ. അതായത് ഈ കെ. മുരളീധരന് വേണ്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മാറിയതിന് പിന്നാലെയാണ് ആ പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നതോടുകൂടി തൃശൂരിന്റെ പ്രചരണ ചുമതല കൂടി ഇദ്ദേഹത്തിന് നിർവഹിക്കേണ്ടി വരും. എന്തായാലും ഇതിന് പിന്നാലെ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം. തൃശൂരിൽ നിന്ന് മാറുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലൊരു കാര്യം പ്രതാപനുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ടി.എൻ. പ്രതാപൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പാർട്ടി നൽകുന്ന ഏതൊരു ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കും, തന്നൊരു പാർട്ടി പ്രവർത്തനാണെന്ന നിലപാടാണ്. എന്തായാലും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ടി.എൻ. പ്രതാപന്റെ പ്രവർത്തനങ്ങൾ നിർണായകമായിരിക്കും. അദ്ദേഹത്തിന് പൂർണ്ണമായൊരു ചുമതല ഉണ്ടാകും. ഉന്മേഷ്. എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.